സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. സുറുമിയും മനയും സഫയും വിമൻസ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. 3 പേർക്കും പോയി വരാനുള്ള ദൂരമായതിനാൽ കോളേജ് ഹോസ്റ്റൽ വേണ്ടെന്ന് വെച്ചു. മഷൂദിന്റെ നിർദ്ദേശപ്രകാരം നിഹാലാണ് സഫക്ക് അനയുടെ കോളേജിൽ അഡ്മിഷൻ എടുത്തത്. പക്ഷേ സുറുമിയും മനയും ഒരു ഡിപ്പാർട്ട്മെൻറ്റും സഫയും അവളുടെ കൂടെ തന്നെ +2 ഉണ്ടായിരുന്ന ശ്രീലേഖയും വേറെ ഡിപ്പാർട്ട്മെൻറ്റുമായി. 2-3 ദിവസം കൂടുമ്പോഴേ മഷൂദിൻ്റെ ഫോൺ കോളിലേക്ക് സഫക്ക് സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ വിശേഷങ്ങൾ തന്നെ ഒരുപാടുണ്ടാകും പറയാൻ. ഇത് കണക്ക് കൂട്ടിക്കൊണ്ടാണ് നിഹാലിനെ വിളിച്ച് ഹനയുടെ കോളേജിൽ സഫക്ക് കൂടെ അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞത്. സുറുമിയും സഫയും ഒരു കോളേജിൽ ഒരേ ക്ലാസ്സിലുമായ സഫ വഴി സുറുമിയുടെ പേരെങ്കിലും വല്ലപ്പോഴും കേൾക്കാന്നുള്ള മഷൂദിൻ്റെ ഐഡിയ അങ്ങനെ 8 നിലയിൽ പൊട്ടി. ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ആയതിനാൽ അവരുടെ കൂടിക്കാഴ്ചകളും എപ്പോഴെങ്കിലുമായി. ക്യാൻറ്റീനിൽ വെച്ചോ ബസ് സ്റ്റോപ്പിൽ വെച്ചൊക്കെ ഒരു നോട്ടത്തിൽ കാണും. ചിലപ്പോൾ പരിചയത്തിൽ ചാലിച്ച പുഞ്ചിരി, അല്ലെങ്കിൽ 1-2 വാക്കുകളിലുള്ള വിശേഷം പങ്കിടൽ. അതുകൊണ്ട് തന്നെ മഷൂദിനോട് സുറുമിയെക്കുറിച്ച് പറയാനുള്ളതായി സഫക്ക് ഒന്നുമില്ലായിരുന്നു. ദിവസങ്ങൾ മാസങ്ങളായി പോയിക്കൊണ്ടിരുന്നു. ആദ്യമൊക്കെ സുറുമിക്ക് സഫയെ കാണുമ്പോൾ ഒരു വേദനയായിരുന്നു. മഷൂദിൻ്റെ കുസൃതിയോടുള്ള നോട്ടവും അവൻ്റെ ചിരിയുമൊക്കെ മുന്നിൽ കാണും പോലെ. പിന്നെ അതവളെ മറക്കാൻ ശ്രമിച്ചു. ഇനിയും കാണുമോ എന്ന് പോലും അറിയാത്ത ഒരാൾക്ക് വേണ്ടി ഹൃദയം താളം പോലും പിഴക്കുന്നത് എന്തിനാണെന്ന് അവൾ സ്വയം ചോദിച്ചു. കാലം മയക്കാത്ത ഓർമ്മകളില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എത്ര ആളുകൾ വീട് മുതൽ സ്കൂൾ വരെ കമൻ്റ് അടിച്ചും കളിയാക്കിയും സീരിയസ് ആയിട്ടും വായി നോക്കിയിരിക്കുന്നു. എത്ര പ്രാവശ്യം അവരൊക്കെ ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ സലുക്കട കൂടെ ബൈക്കിലോ അഹങ്കാരത്തോടെ ചെന്ന് നോട്ടം കൊണ്ട് നേരിട്ടിരിക്കുന്നു. പക്ഷെ അവരോടൊന്നും തോന്നാത്തൊരടുപ്പം 2 പ്രാവശ്യം മാത്രം കണ്ട ഹനയിലൂടെ മാത്രം അറിഞ്ഞ സഫയുടെ ഷെറിൻ്റെ മഷുച്ചാൻ്റെ തോന്നുന്നുണ്ട്. ഒക്കെ ഒരു പ്രായത്തിൻ്റെ ചാബല്യം മാത്രമാണെന്ന് അവൾ സ്വയം വിശ്വസിപ്പിച്ചു. വലിയ വിശേഷങ്ങളൊന്നുമില്ലാതെ ആ വർഷം കടന്നുപോയി. ഇപ്പം സഫയെ കാണുമ്പോഴുള്ള ചെറുനോവ് സുറുമിയെ തേടി എത്താറില്ല. അവളൊരു വിധം മറന്നു തുടങ്ങിയിരുന്നു, അല്ലെങ്കിൽ മറന്നു എന്ന് സ്വയം വിശ്വസിപ്പിച്ചു. ഈ ഒരു വർഷത്തിനിടയിൽ അവനെക്കുറിച്ചൊരു വാർത്ത പോലും ഹനയുടെ പക്കൽ നിന്ന് കേട്ടിട്ടില്ല. അതവൾക്ക് ചെറിയൊരു നിരാശയുണ്ടാക്കിയെങ്കിലും അവൾ സ്വയം സാഹസിച്ച് അതിനെ ഇല്ലാതാക്കി. എന്നാലും സഫയെ കാണുമ്പോൾ വീട്ടിലെല്ലാവർക്കും സുഖമില്ല എന്നൊരു കുഞ്ഞു ചോദ്യം അറിയാതെ വീണുപോകും. ഒക്കെ പ്രായത്തിൻ്റെ പൊട്ടത്തരങ്ങളാണെന്ന് സ്വയം പറഞ്ഞു പഠിപ്പിച്ചാലും അവനെക്കുറിച്ച് അറിയാൻ അവളുടെ ഉള്ളം തുടിക്കുട്ടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. എത്ര വേണ്ടെന്ന് വച്ചാലും ഇല്ലെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ത്വര. നാട്ടിൽ വന്ന് പോയിട്ടില്ല, ഉണ്ടെങ്കിൽ അന പറയാതിരിക്കില്ല. ഓരോ പ്രാവശ്യവും നിഹാൽ എന്തിനു വന്നു എങ്ങനെ പോയി എന്നതോടൊക്കെയുള്ള വിശേഷങ്ങൾ അന പറയാറുണ്ട്. മഷൂദ് വന്നാൽ പറയാതിരിക്കില്ല. അതുമല്ല, സഫയെ കാണുമ്പോൾ അവളും പറയാനിടയുണ്ട്. ഈയിടെയായി പരിചയത്തിൽ ചലിച്ച പുഞ്ചിരിയിൽ നിന്ന് അവരുടെ സംസാരം ചുരുങ്ങിയ വാക്കുകളിലേക്കുള്ള വിശേഷങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. ഡിഗ്രി 2ാം വർഷം പകുതിയായപ്പോഴാണ് ഹനയുടെ ഒപ്പം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വരാനുള്ള വാർത്ത സന്തോഷത്തോടെ ഹന വന്ന് പറഞ്ഞത്. അവിടുന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഹനയുടെ ഒപ്പം വരികയും സുറുമിക്ക് ചെറിയൊരു ക്ഷണം ഉണ്ടാവുകയും ചെയ്തു. പ്രേതകഥകളൊന്നുമില്ലാതെ കുറച്ച് ദിവസങ്ങൾ കൂടെ അങ്ങനെ കഴിഞ്ഞുപോയി. നിഹാലിന് നല്ലൊരു കൂട്ടിയായി വേണം. വീട്ടിൽ കാര്യമായ ആലോചന നടക്കുന്നുണ്ട് എന്ന് ഹന വന്ന് പറഞ്ഞപ്പോൾ കോളേജിലെ സകല മുഞ്ചുള്ള ജൂനിയേഴ്സിനെയും സീനിയേഴ്സിനെയും നിഹാലിന് വേണ്ടി ആലോചിച്ച് സുറുമിയും ഹനയും. കിട്ടുന്നത് നിഹാലാണേലും ഡിമാൻഡ് കൂടുതൽ ഹനക്കായിരുന്നു. നല്ല മൊഞ്ച് വേണം, മെലിഞ്ഞിട്ടാകണം, വെളുത്തിട്ടാകണം, ചോര തൊട്ടാണ്ട് പറ്റണം, ഇങ്ങനെ. കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിഹാലിൻ്റെ കല്യാണം ശരിയായെന്ന് ഹന വന്ന് പറഞ്ഞപ്പോൾ ചിലവ് വേണമെന്ന് സുറുമി പറഞ്ഞത് പ്രകാരം ഹന അവളെയും ക്ലാസ്സിലെ തന്നെ വേറെ കുട്ടികളെയും ടൗണിലെ കോഫി ഷോപ്പിൽ കയറ്റി. 2ാമത് മഷൂദുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേദിയായ ആ കോഫി ഷോപ്പ് സുറുമിയെ മഷൂദിൻ്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ധൃതി കൂട്ടി അന്ന് മഷൂദ് ഇരുന്ന സ്ഥലം കയറുമ്പോൾ എന്തെന്നറിയാത്ത ഒരു ഇളം പുഞ്ചിരി അവളുടെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്നു. ഈ കോഫി ഷോപ്പ് മാത്രമല്ല, അതിനുശേഷം അനയുടെ വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം അവനെ ആദ്യമായി കണ്ടുമുറ്റിയ മുറ്റവും ഗേറ്റും കാണുമ്പോൾ ആ ഗേറ്റ് കടന്ന് പോകുമ്പോൾ അന്നത്തെ പോലെ ഒരു വട്ടം കൂടി ഒന്ന് വന്നെങ്കിലെന്ന് ആലോചിച്ച് കൂട്ടാറുണ്ട് എന്നവൾ അത്ഭുതത്തോടെ ഓർത്ത്. എന്തിനാണ് താൻ ധൃതി കൂട്ടിയെ ഇരിപ്പിടത്തിൽ തന്നെ വന്നിരുന്നതെന്ന് സ്വയം ചോദിക്കുമ്പോൾ കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ ഹൃദയം മന്ത്രിച്ചു. മറക്കാൻ പറ്റണില്ല. എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല, ഓർമ്മയുണ്ടോയെന്ന് പോലും അറിയില്ല, ഇനി കാണാൻ പറ്റുമെന്നോ അറിയില്ല, പക്ഷേ മറക്കാൻ പറ്റുന്നില്ല. ഹനയുടെ വീട്ടിൽ കല്യാണത്തിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിശ്ചയം വരുന്ന ഞായർ നടത്താമെന്ന് തീരുമാനമായി. നിക്കാവും കല്യാണവും ഒരുമിച്ച് നടത്താമെന്ന് ഉപ്പ പറഞ്ഞപ്പം നിക്കാഹ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം മതിയെന്ന് നിഹാലും വാശി പിടിച്ചു. നിക്കാഹ് കഴിഞ്ഞ് പിന്നെ കല്യാണം ഒന്നാക്കെ പറയുമ്പം ചിലവ് കൂടുതലാണ്. ഇതാകുമ്പോൾ ഒരു ദിവസം കൊണ്ട് പരിപാടി തീരുമെന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പ. പക്ഷെ നിഹാൽ സമ്മതിച്ചില്ല. അതിനവന് കാരണം പറഞ്ഞത് മഷൂദ് കല്യാണത്തിന് വേണമെന്നായിരുന്നു. നിക്കാഹ് വേണേൽ നേരത്തെ വെക്കാം, പക്ഷെ കല്യാണം മഷൂദ് നാട്ടിൽ വരുമ്പോൾ മതിയെന്ന് നിഹാൽ വാശി പിടിച്ചപ്പോൾ അവർക്ക് സമ്മതിക്കല്ലാതെ നിർവാഹമില്ലായിരുന്നു. കല്യാണം മഷൂച്ച വന്നിട്ടാണെന്ന് ഹന പറഞ്ഞ് അവസാനിച്ചപ്പോൾ സുറുമിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തിടുക്കം കൂട്ടുകയായിരുന്നു. 1.5 വർഷത്തിന് ശേഷമാണ് ആ പേര് പോലും കേൾക്കുന്നത്. അതിപ്പോൾ എന്ന് വരാനാ? അപ്പോൾ ഇപ്പോഴൊന്നും ഉണ്ടാവില്ലേ?
എന്ന് വരുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ സുറുമി ചോദിച്ചു. ഏയ്, വേഗം വരുമെന്ന് പറയുന്നത് കേട്ടു. ഷെറിൻ്റെ കല്യാണം ഉണ്ടാക്കണല്ലോ, അപ്പം രണ്ടും കൂടി കൂടിയിട്ട് മഷുച്ചക്ക് പോകാലോ എന്നൊക്കെ ഇക്കാക്ക ഉമ്മാനോട് പറയുന്നത് കേട്ടു. മഷുച്ചക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ആ വിളി വന്ന കല്യാണം എന്നാന്ന് ഏകദേശം ഒരു പിടുത്തം കിട്ടും. എടി കൊതിയാവുന്നു ഒന്ന് അടിച്ചു പൊളിക്കാൻ. ചെക്കൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞൊന്ന് അഹങ്കരിച്ച് നടക്കണം മോളെ. ഞാൻ അന്നൊരു പൊളി പൊളിക്കും. ഹനയുടെ സംസാരം മഷൂദിൽ നിന്ന് മാറി കല്യാണത്തിലെത്തിയെങ്കിലും സുറുമി ആ പേരിന് ചുറ്റുമായിരുന്നു. നിഹാലിൻ്റെ കല്യാണത്തിന് എന്തായാലും പോകേണ്ടി വരും. അപ്പോൾ ഒരു നോക്കെങ്കിലും കാണാം. ബുദ്ധി അരുതെന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സിലെ ചിന്തകൾ കടൽ കടന്നു പോയി മഷൂദിനെ ചുറ്റും വലയം വെക്കുകയായിരുന്നു. നിഹാൽ കുളിച്ചിറങ്ങിയപ്പോഴാണ് ബെഡ് കിടന്നിരുന്ന വാപ്പച്ചി കൊണ്ടുവന്ന് അവൻ്റെ പുതിയ നോക്കിയ സെറ്റ് റിങ് ചെയ്തത്. നെറ്റുകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മഷൂദായിരിക്കുമെന്ന്. സന്തോഷത്തോടെ ഫോൺ കാതോട് ചേർത്ത് വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ കല്യാണക്കാരി എങ്ങനെ പറയുമെന്നുള്ള ടെൻഷനായിരുന്നു നിഹാലിന്. എന്നാടാ വരുന്നത്? വർഷം 1.5 കഴിഞ്ഞ് പോയിട്ട്. വരണമെന്നുണ്ട്. ഇപ്പം കിരൺ ലീവിൽ പോയേക്കുവാണ്. അവൻ്റെ കല്യാണം കൂടെയാണ്. അവൻ എത്തി എപ്പം വേണേലും എനിക്ക് വരാം. ആണോ? എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? തീരുമാനമൊന്നും ആയില്ല. വന്നാൽ പോരല്ലോ. ഷെറിൻ്റെ കല്യാണം ഉണ്ടാക്കണം. എന്തേലും കൊടുക്കാതെ എങ്ങനെയാ? സഫക്കും ഷെറിന് നിക്കാഹ് കഴിപ്പിച്ച് പ്രായമായി. അതൊക്കെ ഓർത്തെങ്ങനെ? ഷെറിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇപ്പം സഫയുടെ ഡിഗ്രി കഴിഞ്ഞോട്ടെ, എന്നിട്ട് നോക്കാം. അത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. അതല്ല, നീ വരുന്നത് എന്തെന്ന് അറിയണേൽ എൻ്റെ കല്യാണം അങ്ങ് ഫിക്സ് ചെയ്യാമായിരുന്നു. നിൻ്റെ കല്യാണോ? ആടാ, എൻ്റെ കല്യാണം. എന്തേ, എനിക്ക് കല്യാണം പാടില്ലേ? എടാ നവി, കാര്യം വരടാ. നീ സീരിയസ് ആണോ? വാപ്പച്ചി വന്നതും പൂട്ട് വീണോ? എൻ്റെ തോന്നുമ്പോഴുള്ള വരവും പോക്കും ദൂരത്തുമൊക്കെ കണ്ട് വാപ്പച്ചി വന്ന വയച്ച തന്നെ കല്യാണം ആലോചിച്ച് തുടങ്ങി. കഴിഞ്ഞ ആഴ്ച ഒന്ന് പോയി കണ്ടു. ഉമ്മാക്കും അനക്കൊക്കെ ഇഷ്ടമായി. അപ്പം പിന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് നീ വന്നിട്ട് മതിയെന്ന് ഞാനും പറഞ്ഞു. എൻ്റെ നവി, നീ ഇപ്പോഴാണ് ഈ വിവരം പറയണേ? എപ്പം ലാൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ പോരെ? നിൻ്റെ കല്യാണം, അത് കഴിഞ്ഞ് ഷെറിൻ്റെ കല്യാണം കൂടിയിട്ടേ പോകുള്ളൂ. ഉമ്മാക്കും അനക്കും മാത്രമേ ഇഷ്ടമുള്ളൂ. നിനക്കിഷ്ടമായില്ലേ? മഷൂദ് ഒരു പ്രത്യേക ഇനത്തിൽ ചോദിച്ചു. ഇഷ്ടമൊക്കെ ആയി. നല്ല ടെൻഷനുണ്ട്. എന്താണെന്നറിയില്ല, നീ വന്ന കുറേ ടെൻഷൻ മാറുന്നു തോന്നുന്നത്. ടെൻഷനൊക്കെ അടുത്തറിയുമ്പോൾ മാറും. ഫ്രണ്ടിലേറ്റ് അങ്ങോട്ട് പെരുമാറിയാൽ മതി. ആദ്യം കുറച്ച് വിറയലൊക്കെ ഉണ്ടാകും. അതൊന്നും പുറത്ത് കാണിക്കുകയേ ചെയ്യരുത്. ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാണല്ലേ പറയുന്നത്. ഒന്ന് പോടാ. പിന്നെ ഒന്ന് ആഞ്ഞു പിടിച്ചാ ഷെറിൻ്റെ കല്യാണത്തിന് കൂടെ ചിലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് നിൻ്റെ നടത്താം. എന്താ നിൻ്റെ അഭിപ്രായം? ഹേയ്, അത് ശരിയാവില്ല. എനിക്ക് അതൊന്നും ശരിയാവില്ല. ഒന്നാമത് ഷെറിൻ്റെ കല്യാണം തന്നെ ഒരു വിധത്തിലാണ്. ഞാൻ ടൗണിലുണ്ടായിരുന്ന സ്ഥലമൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ സഫ എല്ലാം വേണ്ടേ? കൂട്ടിയിട്ട് കൂടുന്നില്ല. അതിൻ്റെ ഇടയിലൂടെ ഒരു പെണ്ണിനും കൂടെ താങ്ങൂല നവി. കല്യാണം ഒരുമിച്ചാകുമ്പോൾ ചിലവ് ചുരുങ്ങും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ചിലവോടെ ചിലവല്ലേ? അത് വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. നിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. സാരല്ല, പഠിച്ചാൻ എന്തേലും വഴി കണ്ടിട്ടുണ്ടാകും. നീ അതോർത്ത് ടെൻഷനാകണ്ട. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ വന്ന് ചേരും. ഞാൻ അറിയുന്നുണ്ട്. നീ വീട്ടിലോട്ട് പോകുന്നതും ഞാൻ കൊടുത്തുവിട്ടതെന്നും പറഞ്ഞ് ഉമ്മയുടെ കയ്യിൽ പൈസ കൊടുക്കുന്നതൊക്കെ. എന്നാടാ ആ കടമൊക്കെ ഞാനൊന്ന് തീർക്കുക. എന്താടാ മഷു, നമുക്കിടയിൽ എന്നാടാ കടവും കളിയൊക്കെ വന്നത്? നീ അത് തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന അന്ന് ഞാൻ മനസ്സിലാകും നിനക്ക് ഞാൻ അന്യനാണെന്ന്. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നീ ഒന്നും പറയണ്ട. നീ ഡേറ്റ് പറ. ആ ആഴ്ച നിശ്ചയം. മഷൂദിനെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിക്കാതെ ഞാൻ ഇടയ്ക്ക് കയറി. ഞാൻ നിന്നെ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്ക് വിളിച്ച് വിവരം തരാം. കിരൺ എന്നാ വരുന്നതെന്ന് അറിയില്ല. അവന് ടിക്കറ്റ് എടുത്താൽ തൊട്ടടുത്ത ദിവസം ഞാനും എടുക്കാം. ഓക്കെ? മതിയടാ. പിന്നെ അനക്കൊരു കല്യാണം പറയുന്നുണ്ട്. അവൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് അന്വേഷണമൊക്കെ കഴിഞ്ഞതാ. അവർന്ന് വിളിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പയ്യനും നല്ല കൂട്ടരൊക്കെയാണ്. ബിസിനസ്സാണ് അവർക്ക്. അവനും ഉപ്പാടെ കൂടെ ബിസിനസ്സാണ്. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം കുറച്ച് ദൂരമുണ്ട്. പയ്യനെയും വീടും വീട്ടുകാരെയൊക്കെ വാപ്പച്ചിക്ക് നല്ല ഇഷ്ടമായി. അപ്പം പിന്നെ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോയി. പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാവട്ടെ. അതല്ലേ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ കാര്യം. ഹനയ്ക്ക് വലിയ പെണ്ണായല്ലേ. നമ്മളെ MIP പഠിപ്പിക്കുമ്പോൾ നീ നിൻ്റെ അനിയത്തിയെ പറഞ്ഞ് പരിചയപ്പെടുത്തത് അന്നവൾ എത്ര ചെറുതാ. ഇപ്പം കെട്ടിക്കാറായല്ലേ, എത്ര പെട്ടെന്ന്. മഷൂദ് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. അതൊക്കെ ഒരു കാലം. അപ്പം നീ നാളെ വിളിച്ച് വിവരം താട്ടോ. ഓക്കെ. പിന്നെ ഹനപ്പം 2nd ഇയർ അല്ലേ? അപ്പോൾ 19 വയസ്സായി കാണൂലേ? അതിപ്പോൾ നിനക്ക് അറിയുന്നതല്ലേ. ഞങ്ങളൊരു വർഷം വാപ്പച്ചിയുടെ അടുത്തേക്ക് പോയതുകൊണ്ട് 1 വർഷം ലേറ്റായി അവളെ ചേർത്തിയത്. അപ്പോൾ 20. എന്താ ഒരു സംശയം? അത് പിന്നെ അതൊന്നുമില്ല. ഞാൻ വെറുതെ. എനിക്കൊരു കാര്യം. നീ എന്താ ഈ ബബ്ബ പറയുന്നത്? തെളിയിച്ച് പറ. അത് നവി, എനിക്കൊരു ആളെക്കുറിച്ച് അറിയണമായിരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് നീ കാര്യം പറയും. നിനക്കെന്തൊരു ഒളിച്ചു കളി? അത് അനയുടെ കൂടെ ഒരു കുട്ടിയില്ലേ, അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അന്ന് ഞാൻ വന്ന ദിവസം നീ പറഞ്ഞു. എന്താ ഇപ്പം പേര്? അതിപ്പോൾ ആരാ അങ്ങനെ ഒരാൾ? അഭിരാമിയോ? അല്ലല്ല, ഒരു
സു സുറുമി. ഓ, സുറുമി. സുറുമി ഉണ്ട്. എന്തേ? ആ കുട്ടിയുടെ എന്തെങ്കിലും വിവരമുണ്ടോ നിനക്ക്? നാട്ടിൽ വന്ന് പോയ ശേഷം എന്തോ കഴിഞ്ഞ 1.5 വർഷമായി. അറിയില്ലടാ പറയാൻ. മാഷ് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നീ ഇതുവരെ ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടിയുടെ പേര് പോലും ചോദിച്ചില്ലല്ലോ. നിന്റെ മനസ്സിൽ അവളുണ്ടെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിതിന് സമ്മതിക്കില്ലായിരുന്നു. കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. ബൈ ബൈ.